ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. ഏതാ? സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. പണ്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഹാളിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് മാധ്യമങ്ങളെ അവഹേളിച്ചതായിട്ടും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമൊക്കെ ആയിട്ട് ഫീൽ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഗതി കാണുന്ന സമയത്ത് നമുക്കിത് മാധ്യമങ്ങളോടുള്ള അതിക്രമമായിട്ടോ മാധ്യമ പ്രവർത്തനത്തിനോടുള്ള കടന്നുകയറ്റമായിട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ ഭയങ്കര മാസമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കേരളം മാറി. ഇനിയിപ്പോൾ ഈ രീതിയിലുള്ള ആക്രോശങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്രോശം കഴിയും, ഇനി അത് കഴിഞ്ഞാൽ ആട്ടി ഇറക്കലാവും, ഇനി അതും കഴിഞ്ഞാൽ അടിക്കുകയും ചെയ്യും. കാരണം ഇതിൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ്. ഇനി വൈകാതെ തന്നെ 1-2 കൊല്ലത്തിനിടയിൽ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ മറ്റ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ വാർത്താ സമ്മേളനങ്ങൾ കാണുന്ന സമയത്തും ഏതാണ്ട് സെയിം ടോണാണ്. അപ്പം ഇനി അധികം വൈകാതെ മാധ്യമപ്രവർത്തകർക്ക് അടി കിട്ടുന്ന സീന് പോലും കേരളത്തിൽ നിന്ന് കാണേണ്ടി വരും. ആകപ്പാടെ ഒരു MP മാത്രമുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്നിട്ടാണ് ബി.ജെ.പിയുടെ ആളുകൾക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഭീകരമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ആലോചിക്കണം. പണ്ട് 99 MLA-മാരുണ്ടായിരുന്ന മുഖ്യമന്ത്രി കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോൾ പോലും നമുക്ക് ഭയങ്കരമായിട്ട് പൊള്ളിയതായിരുന്നു. പക്ഷേ ഇന്ന് ഒരേ ഒരു MP ഈ രീതിയിൽ പ്രതികരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പൊള്ളലോ വിങ്ങലോ ഒന്നും മാധ്യമപ്രവർത്തകരുടെ സൈഡിൽ നിന്ന് കാണാനില്ല.